പസ്മാൻ ഭാരത് എന്ന ഇന്തോനേഷ്യയിലെ സുന്ദരമായൊരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ. ആളുകൾ പിടിക്കാത്ത കപ്പയില തിന്നു വളരുന്ന മീനുകളുള്ള ഒരു അത്ഭുത പ്രദേശം. വ്യത്യസ്തമായ ജീവിത രീതികളും സംസ്കാരവുമുള്ള ഈ നാട്ടിൽ താമസിച്ച് ഇവരുടെ ജീവിതം അടുത്തറിയുകയാണ് നമ്മളിപ്പോൾ. ഇവിടെ ആദ്യമായി എത്തിയ ഇന്ത്യൻ ടൂറിസ്റ്റ് എന്നതിനാൽ എല്ലാവർക്കും ഞാനൊരു കൗതുക വസ്തു കൂടിയായി മാറി. ഈ നാടിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന സിൽവിയോടും കുടുംബത്തോടും യാത്ര പറയേണ്ട നിമിഷം കൂടിയായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ അവസാന കാഴ്ചകളും അതുകൂടാതെ ഇനി മുൻപോട്ടേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവുക കേട്ടോ. ഓരോ ദിവസം കഴിയുമ്പോഴും ഈ നാടും ഇവിടുത്തെ ആളുകളും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹലോ, നമസ്തേ. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പറയണ്ടല്ലോ. പസ്മാൻ ഭാരത് എന്ന് പറയുന്ന പസ്മാൻ മലനിരകളുടെ താഴെയുള്ള ആ ഗ്രാമത്തിൽ നിന്ന് സ്വാഗതമുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് നമ്മളുടെ സിൽവിയുടെ ഗ്രാമത്തിലാണ്. ഞാനും പപ്പയും പിന്നെ 2 കൂട്ടുകാരും ഞങ്ങൾ ഈ നാട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. വാ, കൂടുതൽ വിശേഷം ഞാൻ പോകുന്ന വഴിയെ പറയാം. ഇതാണ് നമ്മളുടെ 2 കൂട്ടുകാർ. ഹലോ. ഇവരെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മറ്റേ ഇതൊക്കെ പറിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പാമോയിലൊക്കെ. പപ്പ ഗുഡ് ഈവനിങ്. അപ്പം ഞങ്ങളെ ഇന്നിനിയിപ്പം ഇവിടെ അടുത്ത് സ്പെഷ്യൽ കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഗ്രാമത്തെ പറ്റിയൊക്കെ അറിയണ്ടേ. അത് ഞാൻ പിന്നെ പറഞ്ഞ ഇവരോട് 2 പേരോട് ഞാൻ എന്ത് പറഞ്ഞാലും നല്ല ചിരിച്ചോടുള്ള ആക്ഷനും കിട്ടാൻ മതി എന്ന്. ഓക്കെ, അപ്പം അവരത് ഇട്ടോളും. ഗുഡ്. അപ്പോൾ വാ, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടാവോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ബൈ ബൈ. അവർ വരുന്നില്ല കേട്ടോ, അവരിവിടെ തന്നെ. ഇന്ന് പണിയുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഗ്രാമ വഴി. ചെറിയ വഴിയാണ്. ഇവിടെ ആൾതാമസം ഉള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതാണ് ഗ്രാമത്തിൻ്റെ പ്രധാന പാത എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ പ്രധാനമായിട്ടുമുള്ളത് പാം ഓയിലിൻ്റെ കൃഷിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ? അതിൻ്റെ അഭിപ്രായങ്ങൾ അധികം കണ്ടില്ല. എല്ലാവരും ഒന്ന് കമൻറ്റിലൊക്കെ പറയണം കേട്ടോ, നിങ്ങൾ അറിയിക്കണേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ നല്ല ചൂടാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നോർമലി ഞാൻ വരുമ്പോൾ മഴ പെയ്യേണ്ടതാണ്. ഇവിടെ മഴ പെയ്തിട്ടില്ല. ആ ഒരു മേഖലയിൽ ഇങ്ങനെ ക്ലൗഡ് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്. അതുകൊണ്ട് ഒന്ന് വെയിലൊന്ന് താഴാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. സലാമത്ത് ജലാൻ എന്നൊരു കവാടം നമുക്കത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ പ്രധാനമായിട്ടും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മേഖലയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പസ്മാൻ എന്ന് പറയുന്ന മലനിര അവിടെ ഉള്ളത് കൊണ്ടും മേഘങ്ങളെ അത് തടഞ്ഞു നിർത്തുന്നത് കൊണ്ടും കേട്ടോ. ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ കാണുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാടിനെയും ഇവിടുത്തെ ഫാമിലി, ഇവിടെയുള്ള ഓരോ അംഗങ്ങളെയും പറ്റി നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ ശരിക്കും കമൻറ്റ് ബോക്സുകൾ ഇവരും വായിക്കാറുണ്ട്. അപ്പം ഇവരും അതൊക്കെ കാണുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നല്ല ഇത് വരുമ്പോൾ ഒക്കെ എനിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ചെറിയ കവലകളിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാൻ പറ്റും. അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. താഴെ ഒരു പുഴയിൽ ആളുകൾ കുളിക്കുന്നു. ഈവനിങ് അങ്ങോട്ട് സജീവമാണ് കേട്ടോ ഈ ഒരു മേഖലയെ. അതിനിടയ്ക്ക് ഈ ഒരു ഉന്തുവണ്ടിയിൽ എന്തെല്ലോ സാധനങ്ങൾ കഴിക്കാനുള്ള ലൈറ്റ് ഫുഡ്, ആ പുഴയിൽ കുളിക്കാൻ വന്ന ആൾക്കാരെയൊക്കെയാണ് ലക്ഷ്യം. അപ്പോൾ അവരെയൊക്കെ ലക്ഷ്യമിട്ട് അങ്ങനെയുള്ള കടകളും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ വീടുകൾ ഞാൻ മുമ്പ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ വീട്ടിലെല്ലാം ഒരുപാട് പൂക്കൾ ഇവർ നടും. അതുകൂടാതെ പുല്ല് വെച്ചിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും കൂടി ചെയ്യും. അതൊക്കെ കൂടി ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഒരു ചായക്കടയാണ് കേട്ടോ. ചെറു കടികളെല്ലാം നിരന്നിരിപ്പുണ്ട്. മരമാണ് ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും വീട് പണിയാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ പഴയൊരു ഉരുക്കുപാലത്തിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. നമ്മൾ ഇതുവരെ വരാത്തൊരു റൂട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ അധികവും ഒറ്റ വണ്ടിക്ക് പോകാനുള്ള പാലങ്ങളാണ് ശരിക്കും ഗ്രാമത്തിലുള്ളത്. അത് ഇതുപോലത്തെ ഉരുക്കുപാലങ്ങൾ തന്നെയാണ് കേട്ടോ അധികമേ. അതിൽ കൂടി വരുന്ന വണ്ടികളും അത്യാവശ്യം പഴയ വണ്ടികൾ തന്നെയാണ്. മിസ്തുബുഷിയാണിത്. അതെ, മിസ്തുബുഷിയുടെ തന്നെയാണ് കേട്ടോ. നോർമലി ഇവിടെ ഏറ്റവും ഉള്ള ഹെവി ഡ്യൂട്ടി വണ്ടികൾ മിസ്തുബുഷിയുടെയാണ്. തെളിനീരുള്ള പുഴകൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. കാരണം ആ ഒരു മലനിരയിൽ നിന്ന് വിളിച്ച് താഴത്തേക്ക് വരുന്നതാണ്. നമ്മളങ്ങനെ മറ്റൊരു ഗ്രാമത്തിലെ മറ്റൊരു കവലക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ സ്പെഷ്യൽ കാഴ്ച എന്തോ ഉണ്ട്. അതിനുമായിട്ട് വണ്ടി അങ്ങോട്ട് നിർത്തുകയാണ് നമ്മളെ. കുഞ്ഞു കവല, കുഞ്ഞ് റോഡ് എല്ലാം കുഞ്ഞിതാകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇത് നോക്കി നിങ്ങൾ, നമ്മളുടെ അച്ചപ്പം ഇവിടെ ഉണ്ട് കേട്ടോ. കൊള്ളാലോ. ഈ സാധനം, ഈ ഒരു മിച്ചറും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ നാട്ടിലില്ല. നോക്കുക നിങ്ങൾ, പഴമാണ് കേട്ടോ. പഴം വിത്ത് അതിൻ്റെ തൊലിയാണ്. തൊലി അടക്കം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ആക്കിയേക്കുന്നതാണ്. നൈസ്. വീടുകളൊക്കെ ഉള്ള ആ ഒരു ചെറിയ ഇടവഴിയിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. അന്നേരം നമുക്ക് അവിടെയായിട്ടൊരു
പള്ളി മസ്ജിദ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അടക്ക നടുവേ മുറിച്ചിട്ട് ഉണക്കാനിട്ടേക്കുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇന്നത്തെ സ്പെഷ്യൽ കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലുള്ള മസ്ജിദുകളോട് ചേർന്നിട്ട് പുഴ തന്നെയാണ്, പുഴയുണ്ടാവും. ഈ പുഴയിലെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പം നിങ്ങളൊരു കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടങ്ങൾ ഫുള്ള് മീനാണ്, ഫിഷ്. ഇവിടുത്തെ മീനുകളെയൊന്നും ആരും പിടിക്കത്തില്ല. ഇതുങ്ങളിങ്ങനെ തഴച്ച് വളർന്ന് അങ്ങനെ നിൽക്കും. അതിൻ്റെ കൂടെയാണ് കേട്ടോ ആളുകൾ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഈ മീനെ പിടിക്കാനോ കഴിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുഴകളിലൊക്കെ ഇതുപോലെയുള്ള വലിയ വലിയ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ താഴോട്ടേക്ക് വന്നപ്പോഴത്തേക്കും തന്നെ ഇതുങ്ങളെ എന്തോ തീറ്റ കൊടുക്കാനാണെന്നുള്ളൊരു ഭാവത്തിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് തീരത്തിനോട് അടുത്തോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കറുപ്പുള്ള കട്ട്ലയാണ് ഈ മീൻ. ഈ മീൻ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ നോക്കുമ്പോൾ അത് തിരിയുന്നുമില്ല. എന്തായാലും ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഏതോ ഒരു മീനാണ്. നല്ല വെള്ള വാ തുറക്കുന്ന ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന ആളുകളെല്ലാം തീറ്റ കൊടുക്കും. അത് ഇവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നിങ്ങളെ അന്നത്തെ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള പല പുഴകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെയധികം കൗതുകമുള്ളത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒന്നുമല്ല. ആഹാ, ഇഷ്ടം പോലെ. എൻ്റെ അമ്മ ഇപ്പം കരയിലോട്ട് കയറി വരുമോ? കയ്യിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം താഴെപ്പോയാൽ എൻ്റെ കൈ കടിച്ചു കൊണ്ടുപോകും. വട ഇല്ല കേട്ടോ. ഇവിടെ മീനിൻ്റെ തീറ്റയും ചോളവും മാത്രമല്ല കൊടുക്കുന്നത്. അതുകൊണ്ടെങ്കിൽ ആ ഒരു ഇലയും, എന്തിൻ്റെയോ ഒരു ഇലയാണ്, ആ ഇല ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പശുക്കളെയൊക്കെ തീറ്റില്ലേ, അതുപോലെ മീനെ തീറ്റുന്നത്. ചേട്ടാ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല തിന്നുന്ന മീനോ? അത് എന്തിൻ്റെ ഇലയാണ്, എന്തത് ഇല എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും ഈ മീനുകളിലും വെജിറ്റേറിയൻ അത് നോർമലി ഉണ്ട്, എന്നാലും ഇങ്ങനെ ഇല തിന്ന് ജീവിക്കുന്ന മീനുകളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂട്ടത്തോടെ വന്ന് ശരിക്കും ഈ പിരാനയുടെയൊക്കെ വായിലോട്ട് ഇത് ഇങ്ങനെ ഇറച്ചി ഇട്ട് കൊടുക്കുന്നില്ലേ, അതുപോലുള്ള അവസ്ഥയാണ് കേട്ടോ. ഇതങ്ങോട്ട് ഇടുന്നതിനെ അത് കടിച്ച് വലിച്ചത് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നൈസ്. അതുണ്ടല്ലോ എന്തിൻ്റെ ഇലയാണെന്നറിയാവോ? നമ്മളുടെ കപ്പയില്ലേ, കപ്പയുടെ ഇലയാണ് കേട്ടോ, കസാവ. ചേട്ടാ, കപ്പയില മീന് തീറ്റയായിട്ട് കൊടുക്കൂല്ലേ? ഓ, ഇതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് പുതിയ അറിവാണോ? ഇതിൻ്റെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേബിളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറം കടകളുമുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങി ഈ ഒരു പുഴ നോക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ശരിക്കും ഭയങ്കര സജീവമാണ് കേട്ടോ. ഇപ്പോൾ ആളുകൾ, ബഹളം, കുട്ടികൾ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, നീന്തി കുളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറി വരുന്നു, ചൂട് ചായയൊക്കെ കുടിക്കുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെ ഭയങ്കര വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സജീവമാകുന്നൊരു മേഖല. അതിൻ്റെ സൈഡിൽ കൂടി മീന് തീറ്റകളൊക്കെ വെക്കുന്ന ആളുകൾ, അതുകൂടാതെ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു പുഴയുടെ തീരം ആ ഒരു രീതിയിലേക്ക് മാറിയേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എത്രമാത്രം പുഴകൾ ഇതുപോലെ നല്ല വൃത്തിയുള്ളതും സുന്ദരമായിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇതുപോലെ ഒരു ടൂറിസം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിട്ട് മാറുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ആളുകളൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കടവുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ടോ? ഉള്ള സ്ഥലങ്ങളുണ്ട്, എന്നാലും ഈ ഒരു രീതിയിലൊക്കെ മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ഈ പിള്ളേരെ കൊണ്ട് വന്നിട്ട് ഈ കൊടുക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, കുളിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ട്യൂബുകൾ ഒക്കെ, ഇതെല്ലാം ഇവർ മണിക്കൂറിന് റെൻറ്റിന് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് അങ്ങനെയുള്ള വരുമാനമൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെയുള്ള വിവരങ്ങൾ പപ്പ വന്നിട്ട് ആ പുള്ളിക്കാരന് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അവരുണ്ടല്ലോ ആ ഒരു പാലം കയറി അപ്പുറം എത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? ഈ ഒരു സാധനത്തെ കൂടി നടന്നിട്ട് തെന്നി അങ്ങനെ വീണ ഞാൻ മീനുകളുടെ വായിൽ ഇതാവും. പക്ഷെ ഇത് മനുഷ്യനെ തിന്നുന്ന മീനൊന്നുമല്ല, എന്നാലും ഇത്ര ആൾക്കാരുടെ മുമ്പിൽ തെന്നി വീഴുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ്, എന്നാൽ അത്ര വലിയ മോശമൊന്നുമില്ല. പിന്നെ ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കേക്ക്. അപ്പുറം എത്തിയിട്ട് നമുക്കത് പറയാമല്ലേ. ഇതൊരു തെങ്ങ് ഇങ്ങനെ മുറിച്ചിട്ട് വട്ടത്തിലിട്ടേക്കുന്ന, ഇല്ല ക്രോസിനിട്ടേക്കുന്നതാണ്. തെങ്ങല്ല, പന. ഇവിടെ മൊത്തം പാമോയിലാണല്ലോ, അപ്പോൾ പാമ്പന. ഇതിൻ്റെ ഇപ്പറേ ആ ഒരു ഇവിടെയുള്ള മീനില്ലേ, ആ മീനിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ അതിൻ്റെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് വിളവെടുത്തതാണോ
അതോ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കണ്ട ഫോട്ടോ ഉണ്ടല്ലോ 2022 ഭൂമി ഉലുക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മീനുകളൊക്കെ ചത്തുപോയിരുന്നു കുറേ എണ്ണം. അപ്പോൾ ആ ഒരു ചത്തുപോയ മീനുകളൊക്കെ ഇവിടെ തന്നെയാണ് അടക്കിയത്. അപ്പം അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓ ഈ ഭൂമി ഉലുക്കം വന്നു കഴിഞ്ഞിട്ടുണ്ട് മീനൊക്കെ ചാവുക പോലും. ഓക്കെ, ഭൂമി ഉലുക്കം അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് സ്ലൈഡ് കൂടി വന്നു, അങ്ങനെയാണ് ഈ മീനുകളൊക്കെ ചത്തുപോയത്. അതിൻ്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടുത്തെ മീനുകൾക്ക് ഇവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കങ്കാരിൻ എന്നാണ് കേട്ടോ ഇവർ ഈ ഒരു സ്ഥലത്തുള്ള ആ ഒരു മീനുകളെ പറയുന്നത്. ഈ പേരുകളെ കങ്കാരു അല്ല, കങ്കാരിൻ. ലുബു ലാന്തൂർ എന്ന് പറയുന്ന മസ്ജിദാണ് ഇത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പുഴയും ഈ ഒരു പുഴയിലെ സംരക്ഷിക്കപ്പെട്ട മീനുകളും ഉള്ളത് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഒരു നാടും ആ ഒരു നാടുമായിട്ട് ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കാഴ്ചകളും കൊച്ചു കൊച്ചു വിശ്വാസങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ വലിയ ജുറാസിക് പാർക്കോ അല്ലെങ്കിൽ സഫാരിയുടെ അതോ അല്ലെങ്കിൽ വലിയ എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഗ്രാമത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചു തരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വളരെ കുഞ്ഞു കാഴ്ചകളും കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. യാത്രയുടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പപ്പയുടെ കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ട്, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഷാരൂഖ് ഖാൻ എല്ലാവർക്കും അറിയാം. യു ലവ് ഷാരൂഖ് ഖാൻ? ഓക്കെ. ഞാനേ അച്ചപ്പം ഇതാ ചേച്ചിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അച്ചപ്പം അച്ചപ്പം നിരങ്കിന. ഓ എന്ന ഓ അതാണ് ഇവിടുത്തെ പേര്. ഓക്കെ. ഇപ്പോൾ ഉണ്ടല്ലോ ദൂരെ നമുക്ക് നമ്മളുടെ പസമാൻ താഴെ മാത്രമേ കളമാവ്. ഓക്കെ, കളമാവ് ആണ് കേട്ടോ ഇത്, പസമാനല്ല. പസമാൻ നമ്മളുടെ ഓക്കെ നമ്മളുടെ വീടിൻ്റെ അടുത്തായിട്ട് നേരെ പുറകിലുള്ളതാണ് പസമാൻ. നമ്മളെ മറ്റൊരു ചെറിയൊരു ടൗണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ ഒരു ആളും ബഹളവും കച്ചവടവും അങ്ങനെയുള്ളൊരു തിരക്കാണ്. നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെയാണ് കേട്ടോ, മൊബൈൽ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഈ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏരിയയൊക്കെയാണ് കേട്ടോ. ഇവരുടെ ഒരു പ്രധാന ടൗൺ എന്ന് വേണമെങ്കിൽ പറയാവേ. ഓറഞ്ചൊക്കെ വിൽക്കുന്നുണ്ട്, പല ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഷോപ്പുകളുടെ മെയിൻ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ച സാത്തേ എന്ന് പറയുന്ന സാധനമില്ലേ, ആ ഒരു സാത്തേ സാധനം ഇവരുടെ ഒരു മെയിൻ ആണെന്നുള്ളത് ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. എല്ലാ ഷോപ്പിലും സാത്തയുണ്ട്. അടുത്ത എന്തോ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇവരുടെ ആ ഒരു ട്രഡീഷണൽ വീടിൻ്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ മേൽക്കൂരയിൽ പതുക്കെ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും കാഴ്ചകൾ മാറി. കണ്ടത് വലിയ മരങ്ങൾ, അതിൻ്റെ നടുക്കിൽ കൂടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല വീതിയുള്ള ഒരു റോഡ്. നമ്മളിപ്പോൾ എത്തിയേക്കുന്നുണ്ടല്ലോ വെസ്റ്റ് പസമാൻ ഡിസ്ട്രിക്റ്റ്. ഇതൊരു ഡിസ്ട്രിക്റ്റിൻ്റെ പോലെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ഭാഗം, അതിൻ്റെ ഒരു ഹെഡ് ഭാഗം എന്നാണ്. ഓ മൈ ഗോഡ്, ആ ഒരു ഏരിയയിൽ ആ ഒരു സൂര്യാസ്തമയം, മലനിരകൾ. എനിക്ക് ടൗൺ കാണുന്നതിനേക്കാളും ഇഷ്ടം നാച്ചർ കാണാനാണ്. ഇതാ ഇവിടെ നിന്നും ആ ഒരു ടൗണും ആ ഒരു ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ പോവുകയാണ്. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ നിന്നത് ഒരു പക്ക ഗ്രാമപ്രദേശം തന്നെയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഓടി ഇങ്ങോട്ടേക്കാണ് വന്നത്. പെങ്ക്ടിയ നെഗ്രി പസമാൻ ഭാരത് ഇവരുടെ എന്തോ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ എന്തോ ആസ്ഥാനമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ നമ്മളുടെ സ്ട്രീറ്റ് ഫുഡുകൾ നോക്കി. റോഡിൻ്റെ അപ്പുറം ഭൂപതി അവിടെ എന്തൊരു ബിൽഡിംഗ് ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലും മുഴുവനായിട്ട് തട്ടുകടകളാണ്. ഇത് പോലീസിൻ്റെ ഇവിടുത്തെ ആസ്ഥാനമാണ് കേട്ടോ. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട മന്ദിരങ്ങൾ, ഈ ഒഫീഷ്യലായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട ആ ഒരു ഡിസൈനില്ല, ആ ഒരു ഡിസൈനിൽ തന്നെയാണ് കേട്ടോ പണിത്. എന്തൊരു സാധനം മറന്നു പോയിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒന്ന് സൈഡാക്കി അതിനുശേഷം ഈ ഒരു തട്ടുകടകളുടെ സൈഡിൽ കൂടി പോവുകയാണ്. അപ്പം ശില്പി എന്തോ ഒരു സാധനം, നമ്മുടെ സിൽവീനെ വീട്ടിൽ വിളിക്കുന്ന ശില്പിന്നും ചിപ്പിന്നും അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരി തുലുർഗുലും അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. അപ്പോൾ അത് ഇവിടെ എവിടെയോ കിട്ടും. അതെന്താണെന്നുള്ളത് ഞാനും കണ്ടതിന് ശേഷം മനസ്സിലാക്കും. യെസ്, ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, തെലുർഗുലും. കണ്ടില്ല നിങ്ങൾ? അതാണ് ഇത്, തെലുർഗുലും പറയുന്നുണ്ട്. മുട്ട കൊണ്ടുള്ള എന്തോ വിഭവമാണെന്ന് തോന്നുന്നു, കാരണം മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ഓയിലാണ്. ഓയിലിൻ്റെ അകത്തോട്ട് അവർ കലക്കി വെച്ച എന്തോ ആ ഒരു സാധനം അങ്ങനെ ഒഴിച്ച് അതിങ്ങനെ ഇതായി കുക്കായി അതിനുശേഷം അത് ആ ഒരു സ്റ്റിക്കിലേക്ക് ഇങ്ങനെ ചുറ്റി എടുത്തു കേട്ടോ. കണ്ടില്ല നിങ്ങൾ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാനിവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരും അങ്ങോട്ട് ആക്റ്റീവായി.
എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും തമാശയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ ഇവർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ തെളൂർ എന്ന് പറയുന്നത് മുട്ടയ്ക്കാണ് കേട്ടോ. ഇവിടെ ഇവരുണ്ടല്ലോ, ഇവരുടെ പ്രധാനപ്പെട്ട കാര്യാലയങ്ങൾ, ഗവൺമെൻറ് കാര്യാലയങ്ങൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ഇവരുടെ ട്രഡീഷണായിട്ടുള്ള ആ ഒരു വാസ്തുവിദ്യയില്ലേ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും അത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പെട്ടി ബിൽഡിങ്ങുകളൊന്നും അല്ല ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടുത്തെ ഉണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇതുപോലുള്ള തട്ടുകടകൾ, അതായത് ട്രഡീഷണൽ വിഭവങ്ങൾ വിൽക്കുന്ന നൈറ്റ് മാർക്കറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സിറ്റിയിലും ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ ഇവിടേക്ക് വരികയും ഇവിടുന്ന് സാധനങ്ങൾ മെയിനായിട്ട് പാഴ്സൽ വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നവരെയൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയാമോ? ഇത് ചില്ലി സോസാണ് കേട്ടോ. ചില്ലി സോസ്, അതിൻ്റെ കൂടെ മുട്ട, ഉപ്പ്, ഇത്രയാണ് കേട്ടോ. അതായത് മുട്ട പൊരിച്ചതാണ്. അതുകൂടാതെ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ആ ഒരു ചെറിയ നൂഡിൽസ് ഇല്ല, ആ ചെറിയ നൂഡിൽസ് വിത്ത് എഗ്ഗ് ഒരുമിച്ചിട്ട് പൊരിക്കുന്ന മറ്റൊരു വിഭവം കൂടിയുണ്ട്. നമ്മൾ ഈ സാധനം ഇവിടെ ഉണ്ടാക്കി വാങ്ങിക്കൊണ്ടിരിക്കുക. അന്നേരം ഇപ്പോൾ തൊട്ടപ്പുറത്തെ കടയിലുണ്ടായിരുന്ന തെരുമക്കാസി. ഓക്കെ, നമുക്കൊരു സാധനം സ്പോൺസർ ചെയ്ത് നെയിം തിയാമായി ഓക്കെ, സിയോമായി എന്ന് പറയുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഓക്കെ, ഓ ഇതാണ് സിയോമായി. ഓ എന്നോട് ട്രൈ ചെയ്യാനാണോ? അമ്മച്ചി കുഴപ്പമില്ല. നൈസ്. സ്റ്റിക്കി റൈസിൻ്റെ ഒരു ഉണ്ടയാണ്, പല ഉണ്ടകളുണ്ട്, മുട്ടയുണ്ട്, പിന്നെ ഫിഷ്, പിന്നെ ഇതോ ഇവിടെ ഒരു വെള്ളം എന്തൊരു സാധനമുണ്ട്. എല്ലാത്തിനും അത്യാവശ്യം ഗ്രേവി ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് ഈ മീനും അതുപോലെ തന്നെ അരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ സാധനമാണ്. അയ്യോ സൂപ്പർ ടേസ്റ്റി. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇതാ ഗ്രീൻ ടീ കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് കൊള്ളാലോ പരിപാടി. ഇത് ശരിക്കും ഉണ്ടല്ലോ ഒറിജിനൽ ഗ്രീൻ ടീ തന്നെയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ആ ചായയുടെ ഒരു ചുവയുണ്ട്, പക്ഷേ ഗ്രീൻ ടീക്ക് ഇത്രയും പച്ചപ്പുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിന്നുള്ള അടുത്ത ആൾക്കാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നാ നമ്മുടെ കടയിൽ ഒരാൾ വന്നിട്ട് കണ്ട ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പുതിയ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുന്ന ആളല്ലേ, അത് വന്നിട്ട് ഈത്തയുടെ സിസ്റ്റർ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, ഇവർ ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ ഫോട്ടോ വേണം, ഫോട്ടോ കൂടെ തന്നെ എന്ത് ചെയ്യാൻ നടക്കണേ. ഇനിയിപ്പോൾ ബോഡി ഗാർഡൊക്കെ ആയിട്ട് നടക്കേണ്ടി വരുമെന്നാ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അതിനിടയ്ക്കുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ ഇതാണ് ഇവരുടെ സാധനമേ. ഇതുണ്ട് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ്. അതിനകത്തേക്ക് ഈ ഒരു ചാറ് കൂടി ആഡ് ചെയ്യും. ഓ എൻ്റെ നാക്ക് വഴങ്ങുന്നില്ല, കാരണം ഗ്രീൻ ടീ. ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ അത്രമാത്രം ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് കണ്ടില്ലേ. അതിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് വന്ന് വർത്തമാനം പറയാനോ അല്ലെങ്കിൽ നമ്മളോട് ഇടപെടാനോ ഒന്നും യാതൊരു മടിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ആളുകൾ ജാട കാണിച്ച് നിൽക്കുന്ന പോലൊന്നും ഇവിടുത്തെ സ്ത്രീകൾ നിൽക്കില്ല കേട്ടോ. അവരെല്ലാവരെയും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ലതൊരു സുഹൃത്തായിട്ടാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ ചൊറിയുന്ന ചില ചേട്ടന്മാർക്കുള്ള മറുപടിയാണേ. ഞങ്ങൾ പോയിട്ട് കുറച്ചധികം നേരമായി കേട്ടോ. അപ്പം ഞങ്ങളെ നോക്കിയിരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ വണ്ടി നമ്മൾ റോട്ടിൽ തന്നെ പാർക്ക് ചെയ്ത്, അതുകൊണ്ടാണ് ഇവിടെ നിന്നത്. അപ്പം ഇവിടെ നിന്ന് ഗ്രീൻ ടീ എന്തോ തെരികീൻ ഐസിട്ട ചായ അത് കുടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ ഈ പറയുന്ന സ്റ്റിക്കുകൾ. ഇതെല്ലാം ഇവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുക്ക് ചെയ്ത് റെഡിയാക്കി തരുന്നതാണ്. Can you speak English? Siapa nama എന്താ?
ഈ രാജ്യത്തുള്ള ആളുകളുണ്ടല്ലോ, നമ്മൾ ഇന്ത്യക്കാരെ വളരെ സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെയും കാണുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുമ്പോഴും എനിക്ക് ആ ഒരു റെസ്പെക്റ്റും സപ്പോർട്ടും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത് കേട്ടോ. മടക്കയാത്രയിലുണ്ടല്ലോ നമുക്ക് ഇതുപോലെ വലിയൊരു ആഘോഷമുള്ള വീട് കണ്ടു. അപ്പോൾ പപ്പേനോട് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു ഇവിടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നടക്കുകയാണെന്നുള്ളത്. നമ്മൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നിർത്താനായിട്ട് നിന്നില്ല, നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇന്നത്തെ ദിവസം എന്തല്ല നമ്മൾ കണ്ട, എന്തല്ല നമ്മൾ അനുഭവിച്ച ഈ ഒരു നാട്ടുകാരല്ലേ. ബൈ ബൈ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കണ്ണു തുറന്നത് അത്യാവശ്യം നല്ല മഴമൂടലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. പസ്മാൻ്റെ താഴ്വരകളിൽ ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങി. ഇന്നത്തെ ദിവസമേ ഉച്ച വരെ ഞാൻ എവിടെയും പോയില്ല, വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് പപ്പ എന്നെ വിളിച്ചു. നോക്കുമ്പോൾ ഇതാ വെറൈറ്റി ഫുഡുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ചിക്കനും ചക്കയും ഒരുമിച്ചിട്ട് വെച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മീൻസ് നമ്മളുടെ ചെറിയ ചക്ക വലിയതാവുന്നതിന് മുമ്പുള്ള ഇത്. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനും മുളകും കൂടി, ചിക്കനാണത് അല്ല ഫിഷാണ് കേട്ടോ. ഫിഷും മുളകും കൂടിയുള്ള ഒരു ഹെവി ഐറ്റം. പിന്നെ ചോറ്, അതുകൂടാതെ മുളപ്പിച്ച പയർ, അതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. ഇത് വന്നിട്ട് പപ്പയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഹലോ. ഫെറ ഇവിടെ അതിഗംഭീരമായിട്ടുള്ള വർക്കാണ്. ഫെറയാണ് അധികവും ഇവിടുത്തെ കുക്കിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സ്റ്റുഡൻസൊക്കെ അവിടെ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഫുഡിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോഴേ നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം മൂത്ത കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ടാണുള്ളത് രാവിലെ. അപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടി പോകണം. ആ കൂട്ടത്തിൽ നമുക്ക് സ്കൂളിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് കാണാം. യെസ്, നമ്മളുടെ വണ്ടി ഇതാ റെഡിയായി. അപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളുടെ പസ്മാൻ മലനിരകളുണ്ടല്ലോ, ഇതാ ഇപ്പോൾ കാണാനില്ല. ഇന്നത്തെ ദിവസം ഒരു ക്ലൗഡിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പോകുന്നത് കണ്ടിട്ടേ നന്ന ഭയങ്കര കരച്ചിലായിരുന്നു, കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആൾ കുറേ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെയാണ് സ്കൂള് എന്ന് തോന്നുന്നു. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഗ്രാമത്തിൽ നിന്നൊരു 10-15 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. കൊള്ളാവേ, നല്ലൊരു കുഞ്ഞു കുട്ടി മരത്തണലുകളൊക്കെയുള്ള ഒരു സ്കൂള് കേട്ടോ. ഓക്കെ, ഇതാ ആൾ വന്നിട്ടുണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. ഇവിടെ ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങില്ല, കാരണം ഈ സ്കൂൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. നോർമലി നമ്മൾ സിക്കിമിലൊക്കെ പോയിട്ട് അവിടെ നമ്മൾ ഗവൺമെൻറ് സ്കൂളൊന്നും ഷൂട്ട് ചെയ്യുന്നവർ വിട്ടിട്ടില്ലായിരുന്നു. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് ഗോ. യുവർ സ്കൂൾ. സ്കൂളിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്കാണ് വന്നത്. ഇനി കറങ്ങാനായിട്ട് ഇവിടെ മറ്റ് സ്ഥലങ്ങളൊന്നും പോകാനായിട്ടില്ല. ഞാൻ പതുക്കെ ഈ ഒരു ഗ്രാമത്തിനോടും ഇവിടുത്തെ ആളുകളോടും നമ്മുടെ സിൽവിയോടും ഫാമിലിയോടൊക്കെ ബൈ പറയാനുള്ള പ്ലാനിനാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എണീറ്റു, കാരണം എന്നെ അതിരാവിലെ കൂട്ടാനായിട്ട് ഇവിടെ നിന്നും മറ്റൊരു വണ്ടി വരും. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറയാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഓക്കെ, ഫെറ ഗുഡ് ബൈ. ഓക്കെ, ഓക്കെ പപ്പ. Thank you so much. Terima kasih. Yeah. See you next time. See you next time. Okay. Thanks for the wonderful memories. Yeah. Bye. Bye bye. Goodbye. Not goodbye. We see you soon. Be careful. Yeah, sure. അങ്ങനെ തിരിച്ചു വന്നോളൂ. ബൈ ബൈ. ശരിക്കും ഇവിടെ നിന്നുണ്ടല്ലോ ബൈ പറഞ്ഞിറങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം കേട്ടോ. ആ നാട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം എനിക്ക് നല്ല സ്നേഹമുള്ളൊരു ഫാമിലിയെ ഇവിടെ നിന്ന് കിട്ടിയതായിരുന്നു. എന്തായാലും തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വീണ്ടും യാത്ര മുമ്പോട്ടേക്ക്. ഇതിന് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് നമ്മുടെ നൗഷാദിക്കാനോടാണ് കേട്ടോ. നൗഷാദിക്ക കാരണമാണ് നമുക്ക് ശരിക്കും ഈ ഒരു നാട്ടിലേക്ക് എത്തിപ്പെടാനും ഇതുപോലൊരു ഫാമിലി ഇവിടെ കിട്ടാനും ഇവിടുത്തെ കാഴ്ചകളിലോട്ടൊക്കെ നമുക്ക് പോകാനും ഒക്കെ സാധിച്ചത്. ഞാൻ മുമ്പും പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള വീഡിയോ കാണുന്ന ആളുകളുടെ സപ്പോർട്ടാണ് കേട്ടോ എന്നെ മുൻപോട്ടേക്ക് നയിക്കുന്നത്. ഇതുപോലെ പല വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും തപ്പി കണ്ടെത്താനും നിങ്ങൾ തന്നെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അത് എൻ്റെ
എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയല്ല, അത് നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള യാത്രയാണ്. നിങ്ങൾ തരുന്ന സജഷൻസ്, നിങ്ങൾ തരുന്ന റെഫറൻസുകൾ ഒക്കെ യൂസ് ചെയ്താണ് ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ പതാങ് എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക്, ഇവിടെ അടുത്തുള്ള ഏറ്റവും വലിയ ടൗണാണത്, അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്തത് പപ്പയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് യാത്ര പോകുന്ന ഷെയർ ടാക്സി പോലത്തെ പരിപാടിയാണ് കേട്ടോ. എന്തായാലും അതുള്ളത് കൊണ്ട് നമുക്ക് അധികം കറങ്ങാതെ ഡയറക്റ്റ് നമ്മളുടെ പതാങ്ങിലേക്ക് എത്തിച്ചേരാം. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ റെയിൽവേ ലൈനുകളുണ്ട്. നമ്മളുടെ ഇന്ത്യയിലെ പോലെ അത്ര ബൃഹത്തായിട്ടുള്ള പരിപാടി അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള റെയിൽവേ കണക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 1,00,000 രൂപയാണ് ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ഡ്രൈവറിന് പേ ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 530 രൂപ. ഈ പറയുന്ന പതാങ് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇനിയിപ്പോൾ ബീച്ചിനോട് ചേർന്ന ഒരു ഏരിയ ആണ്. ഈ പതാങ് അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് നഗരം കൂടിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ട്രെയിൻ സർവീസ്. നമ്മുടെ മെട്രോ ട്രെയിനുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം വലിപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പതുക്കെ പതാങ്ങിൻ്റെ ഔട്ട്സ്കേർട്ടിലേക്ക് എത്തിച്ചേർന്നു. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു കുഞ്ഞു പട്ടണം കേട്ടോ. എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ വളരെ ഇഷ്ടമായി. നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രൗഢിയോടെ ഇതുപോലുള്ള പരമ്പരാഗത ബിൽഡിങ്ങുകൾ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച വളരെ രസമുള്ളതാണ്. അതുകൂടാതെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുണ്ട്. ഈ കാണുന്നത് ഒരു മസ്ജിദാണ് കേട്ടോ. ഈ ഒരു രൂപത്തിലുള്ള ഒരു മസ്ജിദ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് അവർ നിർമ്മിച്ചേക്കുന്നത്. ഇവിടെയുള്ളവരുണ്ടല്ലോ, വിശ്വാസങ്ങൾ എന്താണെങ്കിലും അവരുടെ ആ ഒരു ട്രഡീഷനെ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കാൻ അവരുടെ ട്രഡീഷണൽ ഫുഡ്, ട്രഡീഷണൽ നിർമ്മാണ രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആരാധനാലയങ്ങളിൽ വരെ കൊണ്ടുവരാൻ ഇവിടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിയിലുള്ള പല ആളുകളും പല ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. എന്നാൽ ഇപ്പോൾ വീടുകളിലൊക്കെ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഉണ്ടല്ലോ, ഇവിടുത്തെ ആ ഒരു ബീച്ചിന് സൈഡിൽ എന്നെ ഇറക്കി വിടാനാണ് പറഞ്ഞത്. പതാങ്ങിൻ്റെ ബീച്ച് ഏരിയ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപാട് ആളും ബഹളമൊക്കെയാണ്. പക്ഷേങ്കിൽ വന്നിറങ്ങിയ സ്ഥലത്ത് എന്തായാലും ആളുകളെയൊന്നും കാണാനില്ല. ഇവിടെ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കുള്ള ദൂരം എത്രയാണ് എന്നൊക്കെയുള്ളത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പതാങ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സ്പെല്ലിങ് വരുന്നത്. കൂടാതെ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിയപ്പം ഞാൻ കണ്ടത് ശരിക്കും നമ്മളുടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ബീച്ചൊന്നുമല്ല, ഇവിടെ നല്ല രീതിയിൽ കടലാക്രമണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പല ബീച്ചിൻ്റെ ഭാഗങ്ങളിങ്ങനെ തട്ടുതട്ടായിട്ട് തിരിച്ചേക്കാണ്. നേരെ ഒരു റൂം എടുത്തു. നേരെ നമ്മളുടെ ബീച്ചിനടുത്ത് തന്നെയാണ് കേട്ടോ. ഇനി വേണം എന്ത് ചെയ്യണം, എന്താക്കും എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. ശരിക്കും ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് പിന്നെ ഒരു എന്താ പറയുക, ഒരു സീറോ മൊമെൻറ്റാണ്. എന്ത് ചെയ്യണം, എന്താക്കും എന്നൊക്കെ ഒന്നും അറിയാതെയുള്ളൊരു ആ ഒരു മൊമെൻറ്റ് കടന്നു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് അടിപൊളിയാവും. പക്ഷെ മൊമെൻറ്റ് കഴിയുന്നില്ല. അതുകൂടാതെ നമ്മളുടെ വിസ കാലാവധി കഴിയാറുമായി. 2 പ്രോബ്ലംസ്. ഇതാണ് കേട്ടോ നമ്മളുടെ റൂമ്. കടലിനോട് ചേർന്ന് തന്നെ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2,00,000 രൂപ, അതായത് നമ്മളുടെ 1,100 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. എന്തായാലും കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. പിന്നെ ടൗണിൽ വന്നപാടെയല്ലേ, ഈ ടൗണിനെ പറ്റി പഠിക്കണം, അപ്പോൾ കൂടുതൽ അലയാൻ വയ്യ. AC റൂമൊക്കെയാണ്. ബാത്റൂമൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ AC റൂം ഈ ഒരു റേറ്റിനൊക്കെ കിട്ടൽ വളരെ വിരളമാണ് കേട്ടോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ കുറച്ച് ഹലോ പിള്ളേരാണ് കേട്ടോ. അവരെന്തൊക്കെയാണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ, ഓക്കെ ഇന്ത്യ. ഐ ഡോണ്ട് നോ ഇന്തോനേഷ്യൻ, ഇംഗ്ലീഷ്. ഇറ്റ്സ് നോട്ട് ഗുഡ്. പിള്ളേരെന്തോ പൈസ ചോദിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ നിങ്ങൾ, നമ്മൾ ജസ്റ്റ് ഒരു 4-5 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും നമ്മളുടെ ബീച്ചിനടുത്തേക്ക് എത്തി. നമുക്ക് കാര്യമായിട്ടുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതിന് മുമ്പായിട്ട് കടുപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. സമയം വന്നിട്ട് 4 മണിയായി. വെയിലൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുമുണ്ട്. ഇവിടെ ഈ സൈഡിൽ കൂടി കടലിൻ്റെ അതിലേ നടക്കാനുള്ള ഒരു വഴിയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇതുപോലുള്ള ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഒരു ചെറിയ കടയിൽ കയറിയിട്ട്, ഇതുണ്ടോ തൊട്ടപ്പുറത്ത് തന്നെ കടലാണുള്ളത്, കടലിനോട് ചേർന്നിട്ട്. അപ്പം എന്താ ഇവിടെ ഇതുപോലുള്ള സാധനങ്ങളാണുള്ളത്. മീൻ, അതുപോലെ തന്നെ മീൻ തന്നെയാണ് മെയിൻ ഐറ്റം. കടലാണല്ലോ, അപ്പോൾ മീനായിരിക്കണല്ലോ മെയിൻ. അപ്പം ഞാൻ ചോറും കുറച്ച് മീനും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്നത് ഈ പതാങ്ങാണ് കേട്ടോ. ഇവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും ജക്കാർത്തയ്ക്ക് ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്, പക്ഷെ നല്ല റേറ്റാണ്, 10,000 രൂപയുണ്ട്. ഫുഡിന് നമ്മളുടെ ഒരു 100 രൂപ അത്രയാണ് കേട്ടോ ആയത്. ഞാൻ പിന്നെ നേരെ ഒരു ഓൺലൈൻ ടാക്സി പിടിച്ചിട്ട് ഇവിടുത്തെ പോർട്ടിലേക്കാണ് പോകുന്നത്. ഈ പതാങ്ങിലേക്ക് വരാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നത് മെന്തവായി എന്ന് പറയുന്നൊരു ഐലൻഡ് ഉണ്ട് ഇതിനോട് ചേർന്നിട്ട്.
അവിടെ ഈ ഒരു ട്രൈബൽസ് ആണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ പോയി നമുക്ക് താമസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂർ പ്രോഗ്രാമുകൾ കണ്ടോ, ഒരാഴ്ചത്തെ അങ്ങനത്തേക്കുള്ള പ്രോഗ്രാമുകൾ. പക്ഷേങ്കിൽ വളരെ ഭീകരമായ എക്സ്പെൻസാണ് അവർ ചാർജ് ചെയ്യുക. ഏകദേശം 50,000 രൂപകൾ അടുപ്പിച്ചിട്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വ്യൂവർഷിപ്പൊക്കെ വെച്ചിട്ട് എനിക്ക് എന്തായാലും അത് പോകാൻ പറ്റത്തില്ല. അതെന്തെങ്കിലും കുറവ് കിട്ടുമോ എന്നുള്ളത് അറിയാനും കൂടിയായിരുന്നു ഞാനിവിടെ വന്നത്. അന്വേഷിച്ചപ്പം അത് നടക്കത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ജക്കാർത്തയ്ക്ക് ഷിപ്പ് കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കലാണ്. അതിനായിട്ടാണ് ഞാൻ നേരെ പോർട്ടിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, പണിപാളി. ആക്ച്വലി നമ്മൾ ഈ ഗൂഗിൾ പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്ന വിവരങ്ങളെല്ലാം വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ഇവിടെ വന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ജക്കാർത്തയ്ക്ക് ഒരു ഷിപ്പ് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേങ്കിൽ അങ്ങനെ ഒരു ഷിപ്പ് സർവീസ് ഇവിടെ ഇല്ല. ഞാനിപ്പോൾ പോർട്ടിൽ പോയി, അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പോർട്ടിൽ പോയി അവിടെ അന്വേഷിച്ചപ്പം ഇവിടെ നിന്നും മെന്തവായിക്ക് മാത്രമാണ് സർവീസ് ഉള്ളത്. വേറെ ഐലൻഡുകളിലേക്ക് ജക്കാർത്തയ്ക്കുള്ള സർവീസ് ഇല്ല കേട്ടോ. ആ പണി പാളി. ഞാൻ അതേ ഗ്രാബിൽ തന്നെ തിരിച്ച് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നേരെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. ശരിക്കും ഇത് NPM എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെയാണ്. ലെറ്റ്സ് ഗോ. പുള്ളിക്കാരൻ എൻ്റെ കൂടെ വെയിറ്റ് ചെയ്ത് എല്ലാം ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അലച്ചിലില്ലാതെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റി. ബസ്സിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു. പുള്ളിയുടെ നമ്പർ ഞാൻ വാങ്ങി കേട്ടോ. എന്തായാലും നല്ല ആൾ. അത്രയും വെയിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എന്നോട് അധികം പൈസ ഒന്നും വാങ്ങിയില്ല. കറക്റ്റ് ഓൺലൈൻ ഉണ്ടായിരുന്ന പൈസ തന്നെയാണ് വാങ്ങിയത്. ഇവിടെ നിന്ന് വീണ്ടും ഞാൻ ആ ഒരു കടലിൻ്റെ തീരത്തേക്ക് വന്നു. കുറച്ച് നേരം ആ അവിടുത്തെ ചായക്കടയിലിരുന്ന് ചേച്ചിമാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ കുറച്ച് പിള്ളേർ കല്ലിങ്ങനെ ഇങ്ങോട്ടേക്ക് ഇട്ടില്ല, അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പതാങ്ങിലേ എന്തുകൊണ്ടാ അവിടെ ആയിട്ടങ്ങ് ദൂരെ നമുക്ക് പതാങ് എന്ന് എഴുതി വെക്കുന്നത് ഐ ലവ് യു ഉണ്ട് അതിനകത്ത്. അതൊന്നും കാണില്ല. എന്തായാലും അങ്ങനെ ഒരു ഇത് മലയുടെ മേലെ കാണാൻ പറ്റുക. അതാണ് പ്രധാനപ്പെട്ട ഒരു മെയിൻ ബീച്ച്. ഇതെല്ലാം ബീച്ചിൻ്റെ ഏരിയ ആണ്. ബീച്ച് ഫ്രണ്ട് ഏരിയകളാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഇവിടെ നിന്നും ആ ഒരു ഭാഗത്തേക്കായിട്ട് കടലിൻ്റെ ഉള്ളിലാണ് മെന്തവായ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ട്രൈബാണ്. ആ ഒരു ട്രൈബിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നിടം കേട്ടോ. ചെമ്മീനെയാണ് പിടിക്കുന്നത്. അത് ചെമ്മീൻ പിടിച്ച് കൊണ്ടുവന്നതാണ്. ഹലോ, പിള്ളേരുടെ കൂടെ മീൻ പിടിക്കാൻ പോവാം. ഹലോ, ഫിഷിങ്. ഓ കിട്ടി. ഞണ്ടാണല്ലേ? ഓ ഞണ്ട. ഓ ഇംഗ്ലീഷ്. പിള്ളേരെ മീൻ പിടിക്കുന്നതല്ലേ, ഈ കല്ലിൻ്റെ ഇടയിൽ കൂടി ചെറിയ ഞണ്ടുണ്ട്. കണ്ടങ്ങൾ ആ ഒരു ഞണ്ടിനെ പിടിച്ചെടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ കണ്ണാടി വെക്കാതിരുന്ന് വെച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ. ഓ നൈസ്. അങ്ങനെ കണ്ണടയൊക്കെ വെച്ചിട്ട് പിള്ളേരുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. അവരുടെ ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന വഴിയിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇവരെയൊക്കെ നിർത്തി ഫോട്ടോകൾ എടുക്കുക എന്നുള്ളത്. ഓക്കെ, സുധി നമ്മ സുധി കിട്ടുന്നുണ്ടോ കേട്ടോ അതിന്. ലൈക്ക് ഷെയർ പിടിച്ച കളക്ഷനാണ് കേട്ടോ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞണ്ട് ആ ഞണ്ട് രണ്ടല്ലടാ, ഞണ്ടാ. ഇവരുടെ ഉണ്ടായിരുന്ന 2 ചൂണ്ടയുണ്ടല്ലോ, അത് ഓൾറെഡി പോയേ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ പിടുത്തം കഴിഞ്ഞ് തിരിച്ചു പോവാന്നാ പറഞ്ഞത്. എല്ലാ റാപ്പ് സോങ്സിന്റെ ആൾക്കാരാ. ബൈ ബൈ, തെരമക്കാസേ. കുറേ നേരമായിട്ട് അവൻ ലൈക്ക് സബ്സ്ക്രൈബ് പറയാൻ വേണ്ടി നോക്കുമായിരുന്നു. അവൻ ഇപ്പോഴാണ് ആ സാധനം കിട്ടിയത്. അതിന് കുറച്ച് ഇപ്പുറമായിട്ടുണ്ടല്ലോ ഇവിടുത്തെ മീൻ മാർക്കറ്റ് ഉണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ മീൻ മാർക്കറ്റിലെ താരം എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ ഇവിടെ വലിയ ഞണ്ടുള്ള ഏരിയ ആണ്. ഇതാ ഇവിടെ വലിയ മുട്ട ഞണ്ട് എല്ലാം ജീവനുള്ളതാണ്. അതിനെ പിടിച്ച് അതിൻ്റെ കാലുകളൊക്കെ കെട്ടി നീല, അതുപോലെ തന്നെ കറുപ്പ്, വെറൈറ്റി കളർ ഞണ്ട് കേട്ടോ. കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് ഞാൻ നടന്നപ്പോഴത്തേക്കുണ്ടല്ലോ സൂര്യൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങി. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ വരുന്ന ആ ഒരു കടൽ തീര ഭാഗങ്ങളിലോട്ടൊക്കെ എത്തി കേട്ടോ. ചെറിയ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെയും സജീവമാണ്. ശരിക്കും പതാങ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അത്യാവശ്യം പുറത്തുനിന്ന് കുറച്ചധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മേഖലയാണ് കേട്ടോ.
അവിടെ ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ ഇത് അടുത്ത ബാൻഡ് തൊട്ടിപ്പുറയായിട്ട് ഇവരെല്ലാവരും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല പാട്ടുകാരാണ്. നിങ്ങൾ ആഗ്നസിനെയും കണ്ടില്ലായിരുന്നു? ആഗ്നസ് നല്ലോണം പാടുന്നില്ലേ? ഇവരതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാട്ട് ഒന്നെങ്കിൽ പാട്ടായിരിക്കും, അല്ലെങ്കിൽ കീബോർഡ് ആയിരിക്കും, അല്ലെങ്കിൽ വോക്കലായിരിക്കും, അല്ലെങ്കിൽ ഗിത്താറായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഗീതപരമായിട്ട് കഴിവുള്ള ആളുകളാണ് കേട്ടോ ഇവരിൽ അധികം ആളുകളും ഉള്ളത്. നമുക്ക് ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് പാട്ട് പാടുന്ന ആൾക്കാരെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് പാട്ട് പാടിയിട്ട് പൈസ സമ്പാദിക്കുക. പിന്നെ ഈ റെസ്റ്റോറൻറ്റുകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് അവിടെ പാട്ട് പാടുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, പതാങ്ങിൻ്റെ ഈവനിങ് ആഘോഷങ്ങളുടെ ഒരു മേഖല എന്ന് പറയുന്നത് ഈ ബീച്ചിനോട് ചേർന്ന ഈ ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നുണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് മറു സൈഡ് വരെ നമുക്ക് നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്ന, നമ്മളുടെ ഇപ്പം നാട്ടിലെ ടൂറിസം പ്ലേസുകളൊക്കെ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ എന്താ പറയുക, മദ്യം വിളമ്പണം ആഘോഷത്തിന് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഈ പതാങ്ങിൻ്റെ സൈഡിൽ എന്തായാലും ഇല്ല കേട്ടോ. കാരണം ഇവിടെ നിന്ന് എവിടെയും അതുപോലുള്ള ബാറുകളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. നമ്മൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഗോവ സൈഡിലൊക്കെ എത്രത്തോളം ഉണ്ട് അതുപോലത്തെ പരിപാടികൾ എന്നുള്ളത്, അതൊന്നും ഇവിടെ ഇല്ല. ഇനി ഇവിടെ വിദേശ ടൂറിസ്റ്റുകളും ഇല്ല കേട്ടോ. അങ്ങനെ സൂര്യാസ്തമയത്തോടു കൂടി ആ ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ വന്നു നിറഞ്ഞു. ശരിക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷമേ. ഇവിടെ ഈ ഒരു കടലിനോട് ചേർന്നിട്ട് ഇതുപോലെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതാ ഒരു നമ്മൾ പുറത്ത് കണ്ട ആ ഒരു കൗണ്ടറുകളില്ലേ, അവരുടെ കസേരകളാണ്. ഇവിടെ വന്നിരിക്കാം, ചെറിയ ലഘുപാനീയങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു സൂര്യാസ്തമയം കണ്ട് നമുക്ക് കഴിക്കാം. അതുകൂടാതെ ഇവിടെ പിള്ളേർ വന്നിട്ട് ഈ ഒരു ബീച്ചിനോട് ചേർന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ആ ഒരു പാറക്കല്ലുകളിലൊക്കെ ആളുകൾ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. കുട്ടികളൊക്കെ വലിയ തിരിയില്ലാത്തതുകൊണ്ട് ആ ഒരു തീരത്ത് കളിക്കുന്നു. വളരെ സുന്ദരമായിട്ടുള്ള ഒരു കളർഫുൾ ഈവനിങ് നമുക്ക് പതാങ്ങിൻ്റെ ഇന്നത്തെ വൈകുന്നേരം ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. നമ്മൾ നേരത്തെ നട്ടുച്ച പൊരുവേലത്ത് വന്നപ്പോൾ ആരും ഇല്ലാതിരുന്ന ഈ ഒരു സ്ഥലമില്ല, കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഇപ്പോഴാണ് കേട്ടോ സജീവമായത്, ആളും ബഹളവും കടകളും ഒക്കെ ആയിട്ട്. ഇനി നാളെ അതിരാവിലെ നമ്മൾ ഇവിടെ നിന്നും യാത്ര പറയുകയാണ് ഈ സുമാത്രയോട് കേട്ടോ. പുതിയ നാടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.